Hello, good evening, everyone. So for today, we're going to discuss the question paper analysis of 2024 Calicut University Common Admission Test in CUCAT in 2024 paper discussion ആണ് നമ്മൾ നടക്കാൻ പോകുന്നത്. Okay. So for this, നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 2024 പേപ്പറിന്റെ ബ്രേക്ക് ഡൗൺ ഒന്ന് നോക്കാം ആദ്യം. Which is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും? വെയിറ്റേജ് ആണ് നമ്മൾ ബ്രേക്ക് ഡൗൺ നോക്കുന്നത്. അതായത് CUCAT ടോട്ടലി 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, സോ ഈ 100 ക്വസ്റ്റ്യൻസിൽ യെസ് among this 100 questions sorry wait 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 100 ക്വസ്റ്റ്യൻസിന് നമുക്കറിയുന്ന ജനറൽ കാര്യമാണ് +1 മാർക്സ് ആണ് അവാർഡ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഇഫ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ അതിന് -1/4 മാർക്സ് ആയിരിക്കും കട്ട് ഓഫ് ചെയ്യുന്നത്. അതായത് 4 ഇൻകറക്റ്റ് ആൻസേഴ്സിന് 1 മാർക്ക് പോകുന്ന പോലെ. ക്യാൻസൽസ് 1 ക്വസ്റ്റ്യൻ, അതായത് ഒരു റൈറ്റ് ക്വസ്റ്റ്യന് 4 ഇൻകറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലാണ് അത് ക്യാൻസൽ ചെയ്ത് പോവുക. ഓക്കെ, സോ നമ്മൾ എന്താണ് ഈ PYQ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ട്രെൻഡിലാണ് അല്ലെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒരു പാറ്റേൺ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവും. ഒരു കീ ടോപ്പിക്സ് എവിടേക്ക് ഫോക്കസ് ചെയ്യണം, എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, നോർമലി ഏതൊക്കെ റീജിയൻസ് ആണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിസ് വെച്ചിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, ലൈക്ക് അറിയാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു 10 years ബാക്കുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കളക്ട് ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് നമുക്കൊരു എബവ് 50% മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം ഒരു 10 to 15 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് തന്നെ തൊട്ട് ബാക്കിലുള്ള ഇയേഴ്സ് 10 ഇമ്മീഡിയറ്റ് ബാക്കിലോട്ടുള്ള ഇയേഴ്സിലെ ഒരു 10 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് റിഗറസ് ആയിട്ട് റിവൈസ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു 50% അല്ലെങ്കിൽ 50 എബോവ്, അതായത് 100ലോട്ടാണെങ്കിൽ 50 മാർക്സിന് എബോവ് കിട്ടാനൊരു ചാൻസസ് കാണാറുണ്ട്. സോ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിസ് എന്ന് പറഞ്ഞ സെഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടൈം ടോപ്പിക്സ് വെച്ചിട്ടൊന്ന് പറയാം, ദെൻ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് 2024 വന്നിട്ടുണ്ടായിരുന്ന ചെറിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസും ഒന്നും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഫോർ ദിസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ടോപ്പിക് വൈസ് ആണ് നോക്കുന്നത്. മെക്കാനിക്സ് എന്നല്ലേ, മെക്കാനിക്സിന് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് 10 ക്വസ്റ്റ്യൻസ് അല്ലെ, 10 മാർക്സ് 10 ക്വസ്റ്റ്യൻസിന്റെ അറൌണ്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഗ്രാവിറ്റേഷൻ ആൻഡ് ഓസിലേഷൻ ആണെങ്കിൽ 5. ഇത് നോക്കിയാൽ നമുക്കറിയാം 10 10 10 10. അപ്പൊ നമുക്കൊരു പ്രോപ്പർ ആയിട്ട് മെക്കാനിക്സും അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസം, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, ഓൾസോ തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് വിത്ത് ഒപ്റ്റിക്സ്, അതായത് റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും കൂടി പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരാൾക്ക് വേവ് ഒപ്റ്റിക്സും യൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ് ആണ് ഒരു 30-40 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ആയിരുന്നു 2024 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ എൻട്രൻസ് ടെസ്റ്റ് വന്നത്. ഓക്കെ, സോ ഇതിൽ അനദർ വെയിറ്റേജ് വരുന്നതുണ്ട്, 8 മാർക്സിനുണ്ട്, അതുപോലെ 7 മാർക്സിനും ഉണ്ട്. സോ ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് വെയിറ്റേജ് മാത്രമുള്ളത് പഠിച്ചാൽ തന്നെ നമുക്ക് 2024 അല്ലെങ്കിൽ അടുത്തൊരു ഈ ഒരു എക്സാമിനും ഒരു അറൌണ്ട് 40-50 ക്വസ്റ്റ്യൻസ് തെറ്റിക്കാണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 50 and 40 കേട്ടോ ഞാൻ പറഞ്ഞു. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ജനറൽ ഐഡിയാസ് എല്ലാ ചാപ്റ്റേഴ്സിനും പറ്റിയിട്ട് നമുക്ക് വേണം. കംപ്ലീറ്റ്ലി ഒഴിവാക്കുകയാണെങ്കിൽ ഈ ഒരു പുഴ നല്ല കണ്ടോ എന്താ പറയുന്നത്, നല്ല ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് അത്ര ക്വസ്റ്റ്യൻസ് ഒന്നും വരാത്ത ചില ചാപ്റ്റേഴ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ബാക്കിയൊന്നും അങ്ങനെ വിട്ട് കളയരുത്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും, എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ഇടാനും പറ്റും. സ്റ്റിൽ നമുക്ക് ചില പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ യൂഷ്വലി ക്വസ്റ്റ്യൻസ് വരുന്ന ചില ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിന് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടും കാണാറുണ്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസിന്റെ നമ്പേഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഫോർ യുവർ ഫെർദർ റെഫറൻസ് ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസും ഏതൊക്കെ ചാപ്റ്റേഴ്സിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു എന്നുണ്ട് വെയിറ്റേജ് നോക്കാം. 10% അല്ലെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് പെർസെൻറ്റേജ് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ വെയിറ്റേജും പെർസെൻറ്റേജും നോക്കിയിട്ട് നിങ്ങളെ ഫൈനൽ റിവിഷൻ നിങ്ങൾ അത്യാവശ്യം നല്ല അടിപൊളിയാക്കിയിട്ട് നടത്തണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. ജസ്റ്റ് ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്സും
അതുപോലെ മെക്കാനിക്സിന്റെ ഗ്രാവിറ്റേഷനും ഓസിലേഷൻസും കൂടി ഞാൻ മെക്കാനിക്സിൽ ആഡ് ചെയ്യാറുണ്ട് എപ്പോഴും, ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 15 മാർക്കിന് ക്ലാസിക്കൽ മെക്കാനിക്സ് നിന്ന് മാത്രം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസം, ഇലക്ട്രോ ഡൈനാമിക്സും EMT തിയറിയും നമ്മൾ ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ടോപ്പിലോട്ട് ഇലക്ട്രോ ഡൈനാമിക്സും EMT തിയറിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും 50-15 30 ക്വസ്റ്റ്യൻസ് തന്നെ അവിടെ വന്നു. 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആ രണ്ട് ചാപ്റ്റർ അല്ല, യൂണിറ്റ് എന്ന് പറയാം അല്ലെ, ആ ഒരു രണ്ട് ടോപ്പിക്സ്, ആ ഒരു രണ്ട് സെഷൻസ് വന്നിട്ടുണ്ട്. സോ അത് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അങ്ങനത്തെ ഒരു ആ രണ്ട് ചാപ്റ്റർ വൃത്തിക്ക് അല്ലെ, അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിക്ക് പഠിച്ചൊരാൾക്ക് ഈസി ആയിട്ട് 30 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ? ദെൻ നമുക്ക് എന്താ പറയുക, മോഡേൺ ഫിസിക്സിൽ വരുന്നതാണ് ക്വാണ്ടം മെക്കാനിക്സ്, അറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സ് ഒക്കെ വരുന്നത്. സോ അതും നമ്മളൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10 അല്ലെ, ഇത്ര വരും, ഏകദേശം ഒരു 13 മാർക്സിന് അവിടെയും വരുന്നുണ്ട്, 13 ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നുണ്ട്. ദെൻ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്, അതിന്നും നമുക്കൊരു 10 ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നിട്ട് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ തെർമോഡൈനാമിക്സ് ഒരിക്കലും വിട്ട് കളയേണ്ട ടോപ്പിക് അല്ല അല്ലെ. മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ കുറെ സബ് ടോപ്പിക്സ്, തെർമോഡൈനാമിക്സ് സ്റ്റാറ്റിസ്റ്റിക്കലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ചുണ്ട്. സോ എന്താണ്, 10 വെച്ചിട്ടെല്ലാം വെയിറ്റേജ് സിമിലർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒപ്റ്റിക്സ് ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല വെയിറ്റേജ് ഉണ്ട്, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒപ്റ്റിക്സ് ആണ്. ഒപ്റ്റിക്സ് അത്യാവശ്യം നല്ല ഈസി ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരും, ലെൻസ് ഫോർമുലാസ്, അതുപോലെ മിറേഴ്സ്, ബേസിക് കോൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ്, അതുപോലെ വി ഒപ്റ്റിക്സിൽ സെർട്ടൻ ഹിഗിൻസ് പ്രിൻസിപ്പിൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന് ചോദിക്കാൻ ചാൻസസ് ഉള്ളൂ. സോ അത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. വേവ് ആൻഡ് ഓസിലേഷൻസ്, ഇവിടെ ഓൾറെഡി നമ്മൾ ഗ്രാവിറ്റേഷൻ ആൻഡ് ഓസിലേഷൻസ് പറഞ്ഞു, വേവും അല്ലെ, മോഡേൺ ഫിസിക്സും അതുപോലെ ക്ലാസിക്കലും നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിരിക്കും വേവ് ഒപ്റ്റിക്സും ഓസിലേഷൻസ് കണക്ട് ചെയ്ത് വരുന്നൊക്കെ. സോ അതൊക്കെ ഒന്ന് നോക്കുക. സോളിഡ് സ്റ്റേറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിറ്റേജ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് വെയിറ്റേജും വെച്ചിട്ട് നമ്മളെ ഫൈനൽ പ്രിപ്പറേഷൻസ് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു ദ ഫസ്റ്റ് പാർട്ട്, മെക്കാനിക്സ് ആൻഡ് ഗ്രാവിറ്റേഷൻ. മെക്കാനിക്സും ഗ്രാവിറ്റേഷനും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് ഒരു 4 ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ 1 എന്ന് പറയുന്നത് ഇതായിരുന്നു ക്വസ്റ്റ്യൻ 1. സോ ക്വസ്റ്റ്യൻ 1, ഇഫ് M is a mass of a sphere with radius A, the moment of inertia about a diameter is. സോ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ ഡയമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു സ്ഫിയർ തന്നിട്ടുണ്ട്, അതിന്റെ ഡയമെട്രിക്കൽ ആയിട്ടുള്ള ഇത് വെച്ചിട്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ യെസ്, ഇതിന്റെ ആൻസേഴ്സ് 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഓപ്ഷൻസിൽ ഓക്കെ, സോ നമ്മൾ എങ്ങനെ ഐ കണ്ടിട്ടുണ്ടായിരുന്നത്? ഐ നമുക്ക് യൂഷ്വലി അറിയാം, ഐ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓക്കെ, വെയിറ്റ്, ഐ ഈക്വൽ ടു, യെസ്, ഐ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇന്റഗ്രൽ IDM അല്ലെ, മാസ് ഡിസ്ട്രിബ്യൂഷനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്, ആണല്ലോ. ഐ ഈക്വൽ ടു, യെസ്, ഐ ഈക്വൽ ടു ഇന്റഗ്രൽ IDM എന്ന് പറയാം, ആണല്ലോ. ഈ IDM എന്ന് പറയുന്ന സമയത്ത് ഐ എന്ന് പറയുന്ന മൊമെന്റ് ഓഫ് സോറി R² DM, MR² ആണല്ലോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. വെയിറ്റ്, ഓക്കെ, സോ ഐ എന്ന് പറയുന്നത് ഇന്റഗ്രൽ R² DM എന്നായിരുന്നു നമ്മൾ പൊതുവെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേർ ആർ എന്ന് പറയുന്നത് എന്തായിരുന്നു? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരുന്നു ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ ടു ദ എലമെന്റ് ഓഫ് മാസ്, എലമെന്റൽ മാസ് എമ്മിലോട്ടുള്ള അല്ലെ. ഇപ്പോൾ ഇതൊരു ആക്സിസ് ആണെങ്കിൽ ഇവിടെ കുറെ മാസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിനേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരുന്നു നമ്മൾ ആർ എന്ന് കൊടുത്തത്. ഇത് DM എന്നുള്ള എലമെന്റൽ മാസ് ആയിരുന്നു. ഓക്കെ, ഇവിടെ സോളിഡ് സ്ഫിയറിന്റെ കേസാണ് ചോദിച്ചിട്ടുള്ളത്, വിച്ച് മീൻസ് ഐ സോളിഡ് സ്ഫിയർ അലോങ് ഡയമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? 2/3 MA². നമ്മൾ സെർട്ടൻ റെഗുലർ ഫിഗേഴ്സിന്റെ, റെഗുലർ ഷേപ്സിന്റെ ഒക്കെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാണ്ട് പഠിക്കാറുണ്ട്. സോ അതൊന്ന് ഓർത്ത് വെക്കുക. അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ള സ്ഫിയർ ആണെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ നെക്സ്റ്റ് ദിസ് കമ്മിങ് ഇയറിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാൻ പറ്റും? ഡിസ്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു പ്ലാനാർ ഷീറ്റ് ചോദിക്കാം, വട്ട് അങ്ങനെ ഷേപ്സ് മാറും. പക്ഷെ
മേ ബി മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ക്വസ്റ്റ്യൻസ് വരല് സ്വാഭാവികമായിരിക്കും. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്നുള്ള ഒരു ബേസിക് ഐഡിയ എന്താണെന്നുള്ളതും അല്ലെ, ഒരു മാസിന്റെ മൊത്തം ഒരു എഫക്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മളൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ് ഇമ്പോർട്ടന്റ്. ദെൻ അപ്പൊ അതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് എസ്കേപ്പ് വെലോസിറ്റി എന്നുള്ള ഒരു ടോപ്പിക് എന്നാണ്. എസ്കേപ്പ് വെലോസിറ്റി VE ഈക്വൽ ടു √2gm/r ആയിരിക്കും ആണല്ലോ. VE എന്ന് പറയുന്നത് √2gm/r ആണെന്നാണ് പറയുന്നത്. ഓൾസോ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവുക. എസ്കേപ്പ് വെലോസിറ്റി പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓർബിറ്റൽ വെലോസിറ്റി. സോ നമ്മൾ മെക്കാനിക്സ് എടുക്കുമ്പോൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്നുള്ള ടോപ്പിക്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കുക. ഒരു പെർട്ടിക്കുലർ റെഗുലർ ബോഡീസിൻ്റെത് നോക്കാം, അതുപോലെ തന്നെ എന്തിലോട്ട് നോക്കാം, റെഗുലർ ബോഡീസിൻ്റെതും എല്ലാവരും മൊമെന്റ് ഓഫ് ഇനേഷ്യ, അതുപോലെ ഗ്രാവിറ്റേഷനിലെ എസ്കേപ്പ് വെലോസിറ്റി, അതുപോലെ തന്നെ ഓർബിറ്റൽ വെലോസിറ്റി, ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. സെക്കൻഡ്ലി നമുക്ക് എന്ത് പറയാം, പെൻഡുലം അല്ലെ, ഇതും ഗ്രാവിറ്റേഷന്റെ കേസിലാണ്. സെർട്ടൻ ഹൈറ്റിലോട്ട് പോകുന്ന സമയത്ത് G' ഈക്വൽ ടു G ഇൻറ്റു അല്ലെ, നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെക്കാം. ഏതായിരുന്നു? ഓക്കെ, 1 - 2h/r ആയിരിക്കും ഏതിന് വരിക, ഹൈറ്റിലോട്ട് പോകുമ്പോൾ. അതുപോലെ 1 - h/r ആയിരിക്കും എന്തിന് വരിക, ഡെപ്തിലോട്ട് പോകുമ്പോൾ. ഇവിടെ മൈനിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ഓൾറെഡി ഉള്ള ലെങ്തിനെക്കാളും അല്ലെ, നമ്മുടെ ഇതിന്റെ ഗ്രാവിറ്റേഷണൽ, യെസ്, നമ്മുടെ എർത്തിന്റെ സർഫസിൽ നിന്നും അല്ലെ ഡെപ്ത് ആണ് വരിക മൈൻ എന്ന് പറയുമ്പോൾ. സോ ഡെപ്തും ഹൈറ്റും നമ്മളുടെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ആ ക്വസ്റ്റ്യൻ കാണാതെ പഠിക്കുന്നതിൽ കാര്യമില്ല. ഇതിപ്പോ ഇവിടെ ഡെപ്തിനെ ചോദിച്ചെങ്കിൽ ഹൈറ്റുമായിട്ട് ജിക്ക് വരുന്ന വേരിയേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അങ്ങനെ പഠിച്ചു വെക്കുക. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ബോഡി, റെഗുലർ ബോഡിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് സ്ഫിയർ. സോ സ്ഫിയറിന്റെ പഠിച്ചിട്ട് കാര്യമില്ല, അതുമായി അസോസിയേറ്റ് ചെയ്ത എല്ലാം നമ്മളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതുപോലെ എസ്കേപ്പ് വെലോസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷൻ എന്ന ലാസ്റ്റ് പോർഷനിൽ എസ്കേപ്പ് വെലോസിറ്റി, അതുപോലെ ഓർബിറ്റൽ വെലോസിറ്റിക്കും നമ്മൾ ഈ GM അല്ലെ, √gm/r ആണ് എന്ത് വരാം, നമ്മളെ ഓർബിറ്റൽ വെലോസിറ്റി. അതുപോലെ എസ്കേപ്പ് വെലോസിറ്റി 2gm/r ആയിരിക്കും. സോ അത് രണ്ടും തമ്മിലുള്ള റിലേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ നമ്മൾ നെക്സ്റ്റ് ഓർക്കേണ്ട ഒരു കാര്യം കെപ്ലർസ് സെക്കൻഡ് ലോ ആണ്. കെപ്ലർസ് സെക്കൻഡ് ലോ എന്ന് പറയുന്ന ഏരിയൽ വെലോസിറ്റി ഇസ് എ കോൺസ്റ്റന്റ്. സോ നമ്മൾ കെപ്ലർസ് സെക്കൻഡ് ലോ മാത്രമല്ല പഠിക്കേണ്ടത്, കെപ്ലേഴ്സ് ലോ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അവെയർ ആയിരിക്കണം. എവിടുന്നൊക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്നും എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതൊരൊറ്റ പേപ്പർ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം അതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർത്ത് വെക്കുക, പഠിക്കുക. സോ ദാറ്റ് നമ്മൾ നെക്സ്റ്റ് അല്ലെ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടാവും, ചോദിച്ച കാര്യം ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ നമുക്ക് അതിനെ പറ്റി അറിഞ്ഞിരിക്കും. ഓക്കെ, സോ അതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോവാം. അതായത് യെസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, given the magnitude of escape velocity from the surface of earth is, surface of earth നിന്നും escape velocityന്റെ മാഗ്നിറ്റ്യൂഡ് എന്താന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ escape velocity എന്തായിരുന്നു, escape velocity is a മിനിമം സ്പീഡ് അല്ലെ, മിനിമം ആണ് കേട്ടോ, അതൊന്ന് ഓർക്കണം. ഇത് ചിലപ്പോൾ അസേർഷൻ റീസണിൽ വരെ മിനിമം മാക്സിമം തെറ്റിച്ചിട്ട് ചോദിക്കാറുണ്ട്. സോ അതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, സോ മിനിമം സ്പീഡ് required for an എന്തായിരുന്നു, escape velocity എന്തായിരുന്നു, the minimum speed required for an object to leave the gravitational field of a planet അല്ലെങ്കിൽ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ escape velocity എന്ന് പറയും അല്ലെ. ഒരു മിനിമം required velocity to escape the gravitational pull അല്ലെങ്കിൽ gravitational attraction of earth അല്ലെങ്കിൽ certain planetന്റെ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, escape velocity എന്ന് പറയാം. ഓക്കെ ആണോ? വിതൗട്ട് എനി പ്രൊപ്പൽഷൻ. പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പെർട്ടിക്കുലർ എനർജി അല്ലെ പ്രൊപ്പൽ ചെയ്യാന്ന് പറഞ്ഞ ഒരു എക്സ്റ്റേണൽ ഫ്യൂവൽ വെച്ചിട്ട് അതിനെങ്ങനെ ഓരോ സെക്കൻഡിലും നമ്മൾ എന്ത് ചെയ്യണം, ആക്സിലറേറ്റ്, അങ്ങനത്തെ ഒന്നുമില്ല. അത് എക്സ്റ്റേണൽ ഇതില്ലാണ്ട് നമ്മൾ ഒറ്റ വെലോസിറ്റി കൊടുത്തിട്ട് അതിനെ എസ്കേപ്പ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചു വരാനും പാടില്ല കേട്ടോ, ഫോൾ ബാക്ക് ചെയ്യാത്ത രീതിക്ക് അതിനെ പ്രൊപ്പൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ എന്ത് ചെയ്യുന്നു, എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട വെലോസിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുക, എസ്കേപ്പ് വെലോസിറ്റി, ദ മിനിമം റിക്വയർഡ് വെലോസിറ്റി. ഈ മിനിമം ഒന്ന് ഓർത്ത് വെക്കുക.
ദെൻ നമുക്ക് അതിന്റെ ആൻസർ എന്താ, കറക്റ്റ് ആൻസർ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതുമായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഏരിയാസിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുവിധം മിക്ക എല്ലാ ഇയറിലും കാണുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സി ആണ് അതിന്റെ ആൻസർ വരും. സോ also next third question is, if the force of attraction on the surface of earth is equal to its weight, then if force of attraction on the surface of earth in the surface lulla force of attraction endana equal to weight aanengil then ഏത് condition ആണ് agree ചെയ്യണം എന്നുള്ളതാണ്. സോ escape velocity ന്റെ ഫോർമുല ഒന്ന് ഓർത്ത് വെച്ചോളൂ, √2gm/r ആണ്. ഓക്കെ, then ഓൾസോ ഒരു ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ജിന്റെ വാല്യൂ എത്രയായിരിക്കും? 6.6 into 6.7 or 6.8 എന്ന് എഴുതാം. 6.774 into 10 raised to -11 Newton meter square per kilogram square. ഇതാണ് ജിന്റെ വാല്യൂ. 6.674 into 10 raised to 11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഈ യൂണിറ്റും ചോദിക്കാറുണ്ട് കേട്ടോ, ചില ഇയറിൽ കണ്ടിട്ടുണ്ട്. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ എന്നുള്ളതാണ് ജിന്റെ വാല്യൂ വരിക. അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട മാസ് ഓഫ് എർത്ത് എന്താ വരിക? മാസ് ഓഫ് എർത്ത് നമ്മൾ ഇത് എർത്തിന്റെ കുറച്ച് കമ്പോണൻസ് നമ്മൾ ഓർത്തിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമുക്ക്. ഓക്കെ, മാസ് ഓഫ് എർത്ത് വരിക വേണമെങ്കിൽ അതായത് ആക്ച്വലി 11.2 നമ്മൾ കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷനിൽ വാല്യൂസ് അപ്ലൈ ചെയ്തിട്ടാണ്, പക്ഷെ നമ്മളത് കാണാതെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഓക്കെ, മാസ് ഓഫ് എർത്ത് 5.972 into 10 raised to 24 കിലോഗ്രാം ആണ് മാസ് ഓഫ് എർത്ത്. അതേപോലെ നമുക്ക് എന്ത് പറയാം, റേഡിയസ് ഓഫ് എർത്തിന് നമ്മൾ എങ്ങനെ എഴുതും? 6.371 into 10 raised to 6 meters ആണ്. 10 raised to 3 kilometers ഒന്നും പറയാറുണ്ട്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ആൻഡ് ജിന്റെ വാല്യൂ നമ്മൾ എന്താ പറഞ്ഞത്? ജി ഈക്വൽ ടു 6.674 into 10 raised to -11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? വി എസ്കേപ്പ് ഈസ് ഈക്വൽ ടു √2gm/r ഇതിലോട്ട് അപ്ലൈ ചെയ്യാണ് ചെയ്യാം. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചില്ല, ഇഫ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓൺ ദ സർഫേസ് ഓഫ് എർത്ത് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് വെയ്റ്റ്, ദെൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനില് നമ്മൾ എന്നാ ചെയ്യാം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് പറയുന്നത്? വെയിറ്റ് എന്ന് പറയാറ് അല്ലെ. യൂഷ്വലി നമ്മൾ വെയിറ്റ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി തന്നെയാണ്. ഓൺ ദ സർഫേസ് ഓഫ് എർത്ത് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ന്യൂട്ടൺസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലോ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും F ഈക്വൽ ടു Gmm/r² ആണ്. ആണല്ലോ. ഇതിൽ എം എന്താ? ക്യാപിറ്റൽ എം ഇസ് മാസ് ഓഫ് എർത്ത് ആണ്. സ്മോൾ ലെറ്റർ എം ഇസ് ഒബ്ജക്റ്റിന്റെ മാസ് ആയിരിക്കും. അതുപോലെ ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്, r റേഡിയസ് ഓഫ് എർത്ത് ആണ്. സോ ഇഫ് W ഈക്വൽ ടു mg ആണ്, ഇതാണ് ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. വെയിറ്റ് എന്ന് പറയുന്നത് mg ആണ്, നമുക്ക് അറിയുന്നതാ. സോ ഇത് രണ്ട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഇക്വേഷൻ 1 ആണെങ്കിൽ ഇക്വേഷൻ 2, ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ എന്താ ഉണ്ടാവുക? Gmm/r² ഈക്വൽ ടു mg എന്ന് വരും. സ്മോൾ ലെറ്റർ m ക്യാൻസൽ, രണ്ടും ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് എന്ത് കിട്ടും? Gm/r² ഈക്വൽ ടു g എന്ന് കിട്ടും. സോ g എന്ന് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ r² റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ എന്താ വരും? യെസ്, റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോയാൽ gm ഈക്വൽ ടു g സ്മോൾ ലെറ്റർ g ഇൻറ്റു r² എന്ന് വരും. ക്ലിയർ ആണോ? സോ ഇറ്റ് വുഡ് ബി ലുക്സ് ലൈക്ക് ദിസ്. Gm r² ഈക്വൽ ടു g ആണ്. ഇറ്റ് ഇംപ്ലൈസ് Gm ഈക്വൽ ടു g into capital R². So option A ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, the second question എന്ന് പറയുന്നത് സെക്കൻഡ് അല്ല, നമ്മൾ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? ഫോർത്ത് ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇഫ് സിമ്പിൾ പെൻഡുലം ഈസ് ടേക്കൺ ഇൻസൈഡ് എ മൈൻ, ദ ടൈം പീരിയഡ് ആ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ടൈം പീരിയഡ്
ഒരു മൈനിന്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയാൽ, മൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് എർത്തിന്റെ സർഫസ് ആണെങ്കിൽ ഇതിൽ നിന്ന് ഒരു h ഡിസ്റ്റൻസ് ആണ് മൈനിന് ഉണ്ടാവുക അല്ലെ, അണ്ടർഗ്രൗണ്ട് ആയിരിക്കും. സോ ആ ഒരു ഹൈറ്റിൽ വരുമ്പോൾ ടിക്ക് ഉണ്ടാവുന്ന ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഒബ്വിയസ്ലി നമുക്കറിയാം എന്തായിരുന്നു ടൈം പീരീഡിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫോർ എ സിമ്പിൾ പെൻഡുലം 2π × √L/g ആണ് ആണല്ലോ. സോ ഇവിടെ ജിക്ക് നോർമൽ ജിക്ക് പകരം നമ്മളൊരു g ഡാഷ് ആണ് എടുക്കുക. സോ t ഡാഷ് ഈക്വൽ ടു 2π √L/g ഡാഷ് എന്ന് വരും. ഇനി g ഡാഷിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. g ഡാഷ് എങ്ങനെ നമ്മൾ ഡെപ്തിൽ കണ്ടുപിടിക്കാം? g × 1 - d/r ആണ് ഡെപ്തിന്. ഹൈറ്റിലോട്ടാണെങ്കിൽ എർത്തിന്റെ സർഫസിന് മുകളിലോട്ടാണെങ്കിൽ നമ്മൾ എന്താ എടുക്കുക? g ഡാഷ് ഇക്വൽ ടു g × 1 - 2h/r എന്നും കൺസിഡർ ചെയ്യാറുണ്ട്. ക്ലിയർ? സോ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള മൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെപ്തിന്റെ കേസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ക്ലിയർ ആണോ? സോ ഡെപ്ത് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? g ഡാഷ് ഈക്വൽ ടു g × 1 - d/r എന്ന് വരും. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് g × ഡെപ്ത് നമുക്ക് തന്നിട്ടുണ്ടോ? ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ എന്നാ ചോദിച്ചിട്ടുള്ളത്. സോ നമ്മളോട് ഡെപ്ത് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ എവിടെ വരും? ന്റെ താഴെ വരും അല്ലെ. സോ ഡെപ്ത് കൂടുമ്പോ അല്ലെ 1-നേക്കാളും കുറഞ്ഞുകൊണ്ടിരിക്കും ആണല്ലോ. 1-നേക്കാളും കുറയാന്ന് പറഞ്ഞാൽ g ഡാഷ് കുറയാണ് ചെയ്യാം. ഓക്കെ, ഗ്രാവിറ്റേഷൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം t ഈക്വൽ ടു 2π √L/g ആണ്. സോ g കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെ, ഇത് റൂട്ടിന്റെ ഉള്ളിലുമാണ്. ഒബ്വിയസ്ലി ഇവിടെ ഡിനോമിനേറ്ററിലാണ്. ഡിനോമിനേറ്റർ അല്ലെ, റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിനോമിനേറ്റർ കുറഞ്ഞാല് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ന്യൂമറേറ്റർ ഇൻക്രീസ് ചെയ്യും. സോ എന്ത് ചെയ്യും? t ഇവിടെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യാം. സോ ദ ആൻസർ ഇസ് ബി. ഓപ്ഷൻ ബി ഇൻക്രീസസ് എന്നായിരിക്കും ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? സോ യെസ്, ഇതാണ് ഈ ഒരു പോർഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് when a planet moves around the sun, ഒരു സണ്ണിന് ചുറ്റിലും കറങ്ങുകയാണെങ്കിൽ ഏരിയൽ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്, ലീനിയർ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്, ആംഗുലർ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് ആണ്. ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്നാണ് വരും. ഓക്കെ, ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് കെപ്ലേഴ്സ് ലോസ് അല്ലെ, കെപ്ലേഴ്സ് ലോ പറയുന്നത്. അപ്പൊ സെക്കൻഡ് ലോ എന്താ പറയുക? ലൈൻ ജോയിനിങ് എ പ്ലാനറ്റ് ആൻഡ് സൺ സ്വീപ്സ് അല്ലെ, ഒരു ലൈൻ ജോയിനിങ്, ഇവിടെ സൺ ഉണ്ട് ഒരു പ്ലാനറ്റും ഉണ്ടെങ്കിൽ അതിനെ സ്വീപ്പ് ചെയ്യുന്ന അല്ലെ, ഫസ്റ്റ് പൊസിഷൻ ഇവിടെ സെക്കൻഡ് പൊസിഷൻ ഇവിടെ ആണെങ്കിൽ ഈ സ്വീപ്പ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് വിൽ ഓൾവേസ് ബി എ കോൺസ്റ്റന്റ്. ഇതിനാണ് നമ്മൾ എന്താ പറയുക? ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഏരിയൽ വെലോസിറ്റി നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? dA/dt എന്നാണ് പറയാറ്. ഈ dA/dt നെ നമ്മൾ ½ r²ω എന്ന് പറയും. ഓക്കെ, ആംഗുലർ വെലോസിറ്റി ഒമേഗ, r² എന്ന് പറഞ്ഞാലും ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. ഓക്കെ, സോ ഇതെന്തായിരിക്കും? എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ പറയുന്നത്. ഇത് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ആണ് കേട്ടോ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ടത്. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്, സെക്കൻഡ് കേസ് വരുന്നത് എവിടെയാ? ഇലക്ട്രിക് ഡൈനാമിക്സും മാഗ്നറ്റിക്സും ആണ് നെക്സ്റ്റ് ഫീൽഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. സോ അതിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് പറയാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻ 11 അല്ലെ, ഈ 2024 ക്വസ്റ്റ്യൻ 11, 12, 13, 19 and 20 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തിനും റിലേറ്റഡ് ആയിരുന്നു? ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് വളരെ ബേസിക് ആണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൻഡ് ബൗണ്ടറി കണ്ടീഷൻ ഡിന്റെതും എച്ചിന്റെതും ടാൻജൻഷ്യലും നോർമൽ ആയിട്ടുള്ള ഡി ആൻഡ് എച്ച് അല്ലെ, ബൗണ്ടറി കണ്ടീഷൻസ് ഓർത്ത് വെക്കണം. ബൗണ്ടറി കണ്ടീഷൻസ്, പൊതുവെയുള്ള ബൗണ്ടറി കണ്ടീഷൻസ് ഇമ്പോർട്ടന്റ് ആണ് ഫോർ ദ പോയിന്റ് വ്യൂ, ഇൻ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആൻഡ് പോയിസൺസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിസൺസ് ഇക്വേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതുപോലെ ലാപ്ലേസ് വെച്ച് സോൾവ് ചെയ്യാനും ചോദിക്കാറുണ്ട് ഇടയ്ക്ക്. ഓക്കെ, സോ യെസ്, പോയിസൺസ് ഇക്വേഷൻ del² V = -ρ/ε0. ഇതൊന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഗോസസ് ലോ ഫോർ ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന് മാഗ്നറ്റിസം വെച്ചിട്ട് നമുക്ക്
ഈ ഇക്വേഷൻസ്. അപ്പൊ ഇതില് ഗോസസ് ലോ, സോറി, മാക്സ്വെൽസ് ഇക്വേഷൻസ്, ബോത്ത് രണ്ടിനുള്ള മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, ലോസ് ഇമ്പോർട്ടന്റ് ആണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, സോ ഫോർ ഹിയർ നമുക്ക് 11th ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സിമ്പിൾ, ഇതൊക്കെ റിക്കറന്റ് ആയി വരുന്ന കുറച്ച് പാറ്റേണിലുള്ള ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്, അതുമായി റിലേറ്റ് ചെയ്ത 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. Circulate clockwise around the positive charge, radiate outward from the positive charge, radiate outward from the negative charge, circulate counterclockwise around the positive charge. സോ സർക്കുലേറ്റ് ചെയ്യുന്ന, അതായത് ക്ലോസ്ഡ് ലൂപ്സ് അല്ലല്ലോ, അത് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ ഫോം ചെയ്യുക. അപ്പൊ സിയും എയും എന്തായാലും ആൻസേഴ്സിൽ ഇല്ല. അത് രണ്ടും നമുക്ക് ഓൾറെഡി ആ ഒരു പ്രോപ്പർട്ടി ആരെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ദെൻ നമുക്കറിയാം പോസിറ്റീവിന് എപ്പോഴും എന്തായിരിക്കും, അല്ലെ, എമേർജ് ചെയ്യുക ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. സോ അതെന്തായിരിക്കും, റേഡിയേറ്റ്സ് ഔട്ട്വേർഡ് ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ഇതുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു സാധനം, ഈ ഒരു കാര്യം കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണോ നോക്കാനുള്ള ന്യൂമറിക്കൽസും ചോദിക്കാറുണ്ട് ചില ഇയേഴ്സിലൊക്കെ കേട്ടോ. സോ ഈ ഇയറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ ആണല്ലോ? എനി ഡൗട്ട്സ്? ഓക്കെ, സോ നെക്സ്റ്റ്, ഓക്കെ, നമുക്ക് 11th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ദെൻ 12th ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കാം. 12th ക്വസ്റ്റ്യൻ, യെസ്, 12th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 12th question, at an interface between two media, which of the following components are continuous എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ components ആണ് continuous ആയിട്ടുള്ളത്? ഫ്രം മാക്സ്വെൽസ് ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്തായിരുന്നു? The normal component of electric displacement ഫീൽഡിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യാം. എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഡി ഓൾവേസ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഇഫ് നോ സർഫസ് ചാർജ് ഇസ് പ്രസന്റ്, സർഫസ് ചാർജ് ഇല്ലെങ്കിൽ ഡി കണ്ടിന്യൂസ് ആണ്. അതേപോലെ ടാൻജൻഷ്യൽ കമ്പോണന്റ് എന്താണ്? എച്ച്, അല്ലെ? മാഗ്നറ്റിക് ഫീൽഡിന്റെ ടാൻജൻഷ്യൽ കമ്പോണന്റ് കണ്ടിന്യൂസ് ആണ്. ഇഫ് നോ കറന്റ് പാസസ്, ഇവിടെ എന്താണ്? നോ സർഫസ് ചാർജ് ഇല്ലെങ്കിൽ ഡി കണ്ടിന്യൂസ് ആണ്. എച്ച് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് വെൻ ഇഫ് നോ സർഫസ് കറന്റ് ഇസ് പ്രസന്റ്. സർഫസ് കറന്റ് ഇല്ലെങ്കിൽ, സർഫസ് കറന്റ് ആണ് കേട്ടോ. സോ അത് രണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, നോർമൽ കമ്പോണന്റ് ഓഫ് ഡി ആൻഡ് ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് എച്ച് ആയിരിക്കും. സോ അതാ പറഞ്ഞത്, മാക്സ്വെൽസ് ഇക്വേഷൻ, മാക്സ്വെൽസ് ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ ഓർത്തിരിക്കുക, ഇസ് വെരി ഇമ്പോർട്ടന്റ്. 13th question, an electrostatic field ER and the corresponding scalar potential VR exist in a region of space containing a charge distribution rho of R. Charge distribution rho ആണ് കേട്ടോ. One of the following quantities is linearly related to rho. Which one is it? ഇതില് റോയുമായിട്ട് ലീനിയർലി റിലേറ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഒബ്വിയസ്ലി പോയിസൺസ് ഇക്വേഷൻ, അല്ലെ? ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ നോട്ട് ആണ്. സോ അതിൽ ഏതായിരിക്കും ഓപ്ഷൻ വരിക? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ഇതാണ് മാഗ്നറ്റിസത്തിൽ നിന്ന് ഇങ്ങനത്തെ കുറച്ച് അപ്ലിക്കേഷൻ ലെവലിൽ ബേസിക് ആയിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാം. അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ചോദിച്ച പാറ്റേൺ തന്നെ ചോദിക്കും. പ്രീവിയസ് ഇയർ ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാറൊക്കെ ഉണ്ട്. കുസാറ്റ് അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കാണാറുണ്ട്. ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യാറുണ്ട്. ഓക്കെ, സോ യെസ്. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് 19th ആയിരുന്നു. 19th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെ പറയാൻ പറ്റും? യെസ്, 19th എന്ന് പറഞ്ഞാൽ ബി ഈസ് ഡെൽ ഡോട്ട് ബി ഈസ് ഓൾവേസ്. ഡെൽ ഡോട്ട് ബി എന്താണ്? ഓൾവേസ് എന്താന്നാ പറയുന്നത്? ഓപ്ഷൻ ഏതായിരിക്കും വരിക? ഡെൽ ഡോട്ട് ബി എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് 0 ആയിരിക്കും. കേൾ, അല്ലെ? ബിന്റെ കേളും എക്സിസ്റ്റ് ചെയ്യും, പക്ഷെ ഡൈവേർജന്റ് 0 ആയിരിക്കും. തിരിച്ചും ഈന്റെ എന്താണ്? ഡൈവേർജന്റ് എക്സിസ്റ്റ് ചെയ്യും, കേള് 0 ആയിരിക്കും കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കാം.
ഡൈവേർജിങ് ഇല്ല, അത് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് നോക്കിയാൽ തന്നെ അറിയാം. മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഡൈവേർജ് ചെയ്ത് പോവാണ്, ലൂപ്പ് അല്ലെ, കേൾ ഉണ്ടാക്കുന്നില്ല, കേൾ ചെയ്യുന്നില്ല, ഡൈവേർജ് ചെയ്ത് പോവാ. സോ അതിന് ഡൈവേർജ് എക്സിസ്റ്റ് ചെയ്യും. ബി എന്ന് പറയുന്നത് നമുക്ക് കേൾ ചെയ്യാണ്, സോ അതിന് എന്ത് ചെയ്യില്ല, ഡൈവേർജന്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, നോ, ഇത് തന്നെയാണ് ഒന്നിന്റെ അസേർഷൻ റീസണിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ചോദിക്കാറുണ്ട് മാഗ്നറ്റിക് മോണോപോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതിന്റെ റീസൺ എന്താണെന്ന് ചിലപ്പോൾ ഓപ്ഷൻസ് കൊടുക്കാറുണ്ട്. ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അതും അതിന്റെ ഒരു റീസൺ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റിലേഷൻ ബിറ്റ്വീൻ മാഗ്നറ്റൈസിങ് ഫീൽഡ് എച്ച് ആൻഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബിയും റിലേഷൻ ബിറ്റ്വീൻ മാഗ്നറ്റൈസേഷൻ എച്ചും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ബി ഈക്വൽ ടു അല്ലെ മ്യൂ എച്ച്, ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മള് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഇക്വേഷൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. ഐസോട്രോപിക് മീഡിയത്തിലാണ് മ്യൂ എച്ച് വരിക, ബി ഈക്വൽ ടു മ്യൂ എച്ച് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, യെസ്. I'm sorry. So, yes. ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് യെസ് 20th ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. 20th ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ടായിരുന്നു ബിയും എച്ചും തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമുക്ക് നേരെ പോകാനുള്ളത് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സിൽ അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 5-6 ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. 4-5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഏറ്റവും പ്രാവശ്യം റിക്വയർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ അതിലോട്ട് പോവുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ, വേവ് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി ഇ ഈക്വൽ ടു n + 1/2 × h ഡാഷ് ഒമേഗ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾസോ ഗ്രൂപ്പ് വെലോസിറ്റി ഫോർ വേവ് പാക്കറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ബോർ എന്താണ് L = NH എന്നുള്ള ഇക്വേഷനും പോണം. സോ 21st ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ഇൻ ഷോർട്ട് ഫോം ഇസ്. ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ എന്താണ് ഷോർട്ട് ഫോമിൽ, നമുക്ക് ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. സോ നമുക്കറിയാം ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ വേണം അല്ലേ. സോ എന്തായിരിക്കും ദ ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. H psi = E psi, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ആൻസർ വരും. സോ ഏതായിരിക്കും ഡി ആയിരിക്കും ആൻസർ. ദിസ് വാസ് ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഈ ഒരു ഏരിയ ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷന്റെ ഏരിയ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്.
സോ ആ ഒരു ഏരിയയിൽ സാധാരണ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. 2024 വന്നത് ഇങ്ങനത്തെ ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആണല്ലോ? ദെൻ നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് ഓക്കെ യെസ്, എനർജി ഈഗൻ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. എനർജി ഈഗൻ വാല്യൂ ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. ഇതും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. വിച്ച് ഈസ് ഏതായിരിക്കും എനർജി ഈഗൻ വാല്യൂ ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ? സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി ഈഗൻ വാല്യൂ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ വരുന്നത് ഏതായിരുന്നു? ഹാഫ് എച്ച് ബാർ ഒമേഗ അല്ലെ, ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓൾസോ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഏതായിരുന്നു? ക്വാണ്ടം മെക്കാനിക്സ് തന്നെയാണ്. നമുക്കൊരു ഫോർ ദ ഓപ്പറേറ്റർ ഈഗൻ വാല്യൂ കാണാനുള്ളതാണ്. ഈഗൻ വാല്യൂ ഇസ് എൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഈഗൻ വാല്യൂസ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫോർ ഇഫ് നമുക്ക് എന്താണ് വേവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 25th ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈഗൻ വാല്യൂ ആണ്. അപ്പൊ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ 2x എന്നാണ് തന്നിട്ടുള്ളത് ആണല്ലോ. Then for the operator d square by dx square the eigen value is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം ഇതിന് d square by dx square phi of x എന്ന് പറയുന്നത് will be equal to d square by dx square of sin 2x ആയിരിക്കും, which is equal to minus 4 sin 2x എന്നാണ് വരിക. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -4 ആയിരിക്കും ഇവിടെ ഈഗൻ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഇതായിരിക്കും ഇതിൽ -4 ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഓക്കെ 27th ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് ക്വസ്റ്റ്യൻ വെച്ച് 0 പോയിന്റ് എനർജി ഓക്കെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0 point energy of a harmonic oscillator is 0 point energy എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എ ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ നമുക്കറിയാം എനർജി നമ്മൾ എങ്ങനെ കൊടുക്കാറ്? ഹാഫ് അല്ലെ, n പ്ലസ് ഹാഫ് അങ്ങനെയല്ലേ വരാ, ഇൻറ്റു h ബാർ ഒമേഗയാണ് നമ്മൾ പറഞ്ഞു. ഇവിടെ n എന്താണ്? ഇവിടെ 0 പോയിന്റ് എന്നാ ചോദിച്ചത്. അപ്പൊ എന്നിന്റെ വാല്യൂ 0 ഇട്ട് കൊടുക്കുക. സോ ഈ 0 ഈക്വൽ ടു ഹാഫ് h ബാർ ഒമേഗ ആയിരിക്കും. സോ h ഡാഷ് ഒമേഗ എന്ന് പറയുന്നത് ഹാഫ് h ഡാഷ് ഒമേഗ. ഓക്കെ, 4th വൺ ആയിരിക്കും ആൻസർ കറക്റ്റ് വരാം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ള 30th ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് ദ ബോർ മോഡൽ ഓഫ് ആറ്റം? ബോർ മോഡൽ ഇമ്പോർട്ടന്റ് ആണ്. അതിനെ പറ്റിയുള്ള എല്ലാം ഡിമെറിറ്റ്സ് മെറിറ്റ്സ് അതുപോലെ എക്സ്പ്രഷൻസ് ആറിന്റെ വാല്യൂ ഇതൊക്കെ ഒന്ന് കാണാതെ പഠിക്കാം. ഇവിടെ ബോർ റിലേറ്റഡ് മോഡൽ ഓഫ് ആറ്റം ഈസി ക്വസ്റ്റ്യൻ ആ ചോദിച്ചിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ പ്രോബ്ലം ന്യൂമെറിക്കൽസും ആവാം. പക്ഷെ ബോർ മോഡൽ എന്നുള്ളതാണ് ഇവിടെ. ബോർ മോഡൽ ഓഫ് ആറ്റം അതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് കവർ ചെയ്യാം. ക്ലിയർ? സോ യെസ്, ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ നമുക്ക് എന്തൊക്കെയാണ് വരയ്ക്കുക? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് കേസ് എന്നാ പറയാനുള്ളത്? assume that the angular momentum of the electron is quantized. Use Faraday's laws, predicts continuous emission spectra, predicts the same emission spectra of all type of atoms. ഇതൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. സോ ബോർസ് postulated the electrons moves in orbits where the angular momentum is quantized. Angular momentum എന്താണ്? Angular momentum is quantized എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു എന്ത് വന്നിട്ടുണ്ടായിരുന്നത്? ബോർ മോഡൽ പറഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിനൊരു എക്സ്പ്രഷൻ ആയിരുന്നു L ഈക്വൽ ടു n h ഡാഷ്, h ഡാഗർ എന്നും പറയും, h അല്ലെ, h ഡാഷ് എന്ന് പറയുന്നത്. സോ ബോർസ് മോഡൽ സ്പെസിഫിക്കലി ഫോർ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസിനായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡസ് നോട്ട് പ്രെഡിക്ട് കണ്ടിന്യൂസ് സ്പെക്ട്ര പ്രെഡിക്ട് ചെയ്യുന്നില്ല. സോ ഏതായിരിക്കും ആൻസർ വരാം? കറക്റ്റ് ഓപ്ഷൻ എ തന്നെയാണ് അല്ലേ? assumes angular momentum and electron is quantized പറഞ്ഞു. ഫാരഡേസ് ലോ അല്ല. predicts continuous emission spectra പറയുന്നില്ല. predicts some
സെയിം എമിഷൻ ഫാക്ടർ ഫോർ ഓൾ ടൈപ്പ് ഓഫ് ആറ്റംസ് അതും ഇല്ല. ഓക്കെ, സോ ദ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. ആണല്ലോ. ദെൻ നെക്സ്റ്റ് തിങ് പറഞ്ഞിട്ടുള്ളത് തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് എന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ 41 അല്ലെ, 41, 44, 45, 49, 50 ഒക്കെ ഒരു ജനറൽ ട്രെൻഡിൽ വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ആ ഒരു ഇയറിൽ. സോ എൻട്രോപ്പി അറ്റ് 0 കെൽവിൻ, തേർഡ് ലോ, അതുപോലെ സ്റ്റെഫാൻസ് ലോയും കാർനോട്ട് എഞ്ചിൻ ആൻഡ് ഫ്രീ എക്സ്പാൻഷൻ. ഓക്കെ, ഫോർ നമുക്ക് 41 ക്വസ്റ്റ്യൻ നോക്കാം. For any substance, entropy at its absolute zero of temperature must be. എന്തായിരിക്കും absolute zeroയില് ടെമ്പറേച്ചർ എൻട്രോപ്പി ചോദിച്ചിട്ടുള്ള അറ്റ് അബ്സല്യൂട്ട് സീറോയില് എൻട്രോപ്പി ഓഫ് ദ സബ്സ്റ്റൻസ് എന്താണ് വരിക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 41th ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ ആൻസർ ഈസ്, അല്ലെ, നമുക്കറിയാം ഓപ്ഷൻസ് എന്താണ്? 0, infinite, 0 from some non-zero, sorry, 0 for some and non-zero from others and unpredictable. ഇതൊക്കെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ആൻസർ ഇസ് 0. ഓക്കെ, 0 കെൽവിനിൽ 0 ആണ് എൻട്രോപ്പി വരിക. ഓക്കെ ആണല്ലോ. ഇത് ഏതിന്റെ ബേസിലാണ്? തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ദ എൻട്രോപ്പി ഓഫ് എ പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ്, പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന് അറ്റ് 0 കെൽവിനിൽ എൻട്രോപ്പി എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 44th ക്വസ്റ്റ്യൻ ആയിരുന്നു തെർമോഡൈനാമിക്സ് എന്ന് വന്നിട്ടുണ്ടായിരുന്നത്. സോ അതില് when the temperature of a black body is double, ടെമ്പറേച്ചർ ഡബിൾ ചെയ്തു, ബ്ലാക്ക് ബോഡിന്റെ ടെമ്പറേച്ചർ ഓഫ് ബ്ലാക്ക് ബോഡി എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. ദ എനർജി ഡെൻസിറ്റി വുഡ് ഇൻക്രീസ്. ദ എനർജി ഡെൻസിറ്റിക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ നമ്മളെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് എന്നുള്ള പോർഷൻ ആണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അക്കോർഡിംഗ് ടു സ്റ്റെഫാൻസ് ലോ, അല്ലെ, സ്റ്റെഫാൻസ് ബോൾസ്മാൻസ് ലോ, എനർജി ഡെൻസിറ്റി യു എന്ന് പറയുന്നത് എന്തായിരുന്നു? T⁴ പ്രൊപ്പോർഷണൽ ആണ്. സോ വെൻ ടെമ്പറേച്ചർ ഡബിൾ ചെയ്യുന്ന സമയത്ത്, സോ യു ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? അല്ലെ, യു ഡാഷ് ബൈ യു ഈക്വൽ ടു നമുക്ക് എങ്ങനെ എടുക്കാം? T⁴ എന്ന് കൊടുക്കാം. ആണല്ലോ. സോ യു ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടി ഡാഷ് എന്ന് പറഞ്ഞാൽ 2t ആണ്, ഡിവൈഡഡ് ബൈ ടി ക്യാൻസൽ, ⁴. സോ 2⁴ എന്തായിരിക്കും? യു ഡാഷ് ബൈ യു ഈക്വൽ ടു 16 എന്ന് വരും. സോ അതായത് യു ഡാഷ് ഈക്വൽ ടു 16 ടൈംസ് ഓഫ് യു ആയിരിക്കും വരിക. ഓക്കെ, സോ അതൊന്ന് മാത്തമാറ്റിക്കലി ചെയ്ത് നമുക്ക് ആൻസർ ബി ആയിരിക്കും. 16 ടൈംസ് എന്നുള്ളതാണ് ആൻസർ വരിക. വുഡ് ഇൻക്രീസ് 16 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. സോ ദ കറക്റ്റ് ആൻസർ ഇസ് 16. Okay, next is like 45th question. The answer 45th and a black body at temperature T emits radiation at the peak wavelength lambda. If the temperature became 2T, the new peak wavelength is. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് ആൻസർ കറക്റ്റ് വരുന്നത് ഡി ഓപ്ഷൻ ആണ്. പക്ഷെ നമുക്ക് എന്താ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ സോൾവ് ചെയ്യാൻ നമുക്ക് വേണ്ടത് എന്തായിരുന്നു? നമുക്കറിയാം ബ്ലാക്ക് ബോഡി വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ, അല്ലെ, അതാണ് നമുക്ക് ലാംഡ ആയിട്ടുള്ള കണക്ഷൻ തരാം. വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ പറയുന്നത് എന്താണ്? ലാംഡ മാക്സ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നുണ്ട്, വിച്ച് മീൻസ് ലാംഡ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടി ആണ്. ആണല്ലോ. ഇതിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? സോ നമുക്ക് ലാംഡ ഡാഷ് ബൈ ലാംഡ ഈക്വൽ ടു if the temperature, what is the new peak wavelength? പീക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം ആണെന്നുള്ള അതാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ലാംഡ ഡാഷ് ബൈ ലാംഡ എന്നുള്ളത് എങ്ങനെ കൊടുക്കാം? ഈക്വൽ ടു എന്ത് വരും? പ്രൊപ്പോർഷണാലിറ്റി ആയതുകൊണ്ട് ടി ഡാഷ് ബൈ ടി എന്ന് വരും, അല്ല, ടി ബൈ ടി ഡാഷ് എന്ന് വരും. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ലാംഡ ഡാഷ് ബൈ ലാംഡ ഈക്വൽ ടു ടി ബൈ ടി ഡാഷ്. എന്താ വരിക? ടി എന്ന് പറയുന്നത് ഓൾറെഡി ടി ആണ്. ഇവിടെ എന്താണ് റേഡിയേഷൻ? Means radiation at the peak wavelength lambda. If the temperature became 2T ആണ്, T dash എന്താണ്? 2T ആണ് ആവുന്നത്. Then T cancel, lambda dash is equal to lambda by 2 എന്ന് വരും. അതായത് ഹാഫ് ആവും. അതാണല്ലോ ഡി ആൻസർ വന്നത്. സോ യെസ്, അതാണ് അതിന്റെ ആൻസേഴ്സ് വരുന്നത്.
നെക്സ്റ്റ് വരുന്നത് യെസ് ഓക്കെ ഓക്കെ നെക്സ്റ്റ് 49th ക്വസ്റ്റ്യൻ ആണ് ഇതുപോലെ വന്നിട്ടുണ്ട്. റിപ്പീറ്റ് ആയി വരുന്ന ഒരു ഏരിയ എന്ന് വന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് വിച്ച് ഇസ് സിമ്പിൾ ആണ്. The efficiency of a Carnot engine. The efficiency of a Carnot engine operating between 0 Kelvin and 100 Kelvin is 0 Kelvin to 100 Kelvin is എന്തായിരിക്കും? The efficiency of a Carnot engine operating between 0 Kelvin and 100 Kelvin is 0 Kelvin 100 Kelvin ഇടയിൽ വർക്ക് ചെയ്യുന്ന കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് എഞ്ചിൻ ഈറ്റ ഈക്വൽ ടു 1 മൈനസ് ടി സി ബൈ ടി എച്ച്, അതായത് ഹോട്ടും കോൾഡും അല്ലെ, കോൾഡ് ടെമ്പറേച്ചർ എത്ര, ഹോട്ട് ടെമ്പറേച്ചർ എത്ര വരെ പോകും. സോ ഇവിടെ നമുക്ക് തമ്മിലുള്ളത് ഈറ്റ ഈക്വൽ ടു 1 മൈനസ് എന്ത് കൊടുക്കാം, ടി സി എന്ന് പറയുന്നത് എന്ത് കൊടുക്കാം, 0 കെൽവിൻ ഡിവൈഡഡ് ബൈ ടി ഹോട്ട് ടി എച്ച് എന്ന് പറയുന്നത് 100 കെൽവിൻ കൊടുക്കുക. സോ നമുക്ക് എന്ത് വരും, ഇത് 0 ആയി അല്ലെ, 0 by 100 0, so which is equal to 1 is equal to 1 into 100 which 100% ആയിരിക്കും. ഈറ്റ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താ, എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈറ്റന്റെ പെർസെൻറ്റേജ്, അതായത് 100% ആയിരിക്കും. സോ 100 ആയിരിക്കും എഫിഷ്യൻസി വരും. ഓക്കെ ഓക്കെ ഇത്രയും കാര്യം, സോറി ഇത്രയാണ്, 100 ആണ് ഇതിന്റെ ആൻസർ വരും. എഫിഷ്യൻസി of a Carnot engine working between 0 to 100 Kelvin is equal to 100. Next question. During free expansion of an ideal gas, under adiabatic condition, the internal energy, under adiabatic condition, the internal energy എന്തായിരിക്കും, during free expansion ആണ് ചോദിച്ചിട്ടുള്ളത്. Free expansionന്റെ സമയത്തും ഇന്റേണൽ എനർജി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യോ, ഇനീഷ്യലി ഇൻക്രീസ് ദെൻ ഡിക്രീസ് ചെയ്ത് പിന്നെ ഇൻക്രീസ് ചെയ്യോ റിമൈൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ദ ആൻസർ ഇസ് റിമൈൻസ് കോൺസ്റ്റന്റ് എന്നാണ്. അതെന്തുകൊണ്ടാ, ഇൻ ഫ്രീ എക്സ്പാൻഷനിൽ എന്താണ്, നോ വർക്ക് ഈസ് ഡൺ അല്ലെ, വർക്ക് ചെയ്യുന്നില്ല, ആൻഡ് നോ ഹീറ്റ് ഈസ് എക്സ്ചേഞ്ച്ഡ്, അവിടെ എന്താണ്, ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല, നോ ഹീറ്റ് എക്സ്ചേഞ്ച്. ഫോർ എൻ ഐഡിയൽ ഗ്യാസ് നമുക്കറിയാം ഡെൽറ്റ യു ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, സിൻസ് എന്താണ്, Q ഈക്വൽ ടു 0 ആണ്, W ഈക്വൽ ടു 0 ആണ്, ആണല്ലോ, Q പ്ലസ് W അല്ലേ വരിക. സോ എന്താണ്, 0 ആയതുകൊണ്ട് തന്നെ അതും 0 ആയിട്ട് തന്നെ വരും. ക്ലിയർ ആണല്ലോ. സോ നെക്സ്റ്റ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്നാണ്. അവിടുന്ന് നമുക്കൊരു 4 ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. സോ ഇവിടെ ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ആൻസേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ 4 ഓക്കെ. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് ക്വസ്റ്റ്യൻ, ഓക്കെ ന്യൂക്ലിയർ ഫോഴ്സ് നമ്മൾ ഷോർട്ട് റേഞ്ച് സ്പിൻ ഡിപ്പെൻഡൻസിയും, അതുപോലെ ന്യൂക്ലിയർ ഫോഴ്സിന് ഏതാണ് ലോങ് റേഞ്ച്, പിന്നെ അതുപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ലേ, റേഞ്ചും ഇതൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ 4 ഫോഴ്സസ്, ഗ്രാവിറ്റേഷണൽ അതൊക്കെ ഓർത്ത് വയ്ക്കുക, ഗ്രാവിറ്റേഷണൽ, ന്യൂക്ലിയറും ഇലക്ട്രോമാഗ്നറ്റിക്കും, ഇങ്ങനത്തെ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദെൻ ഡി കെ ലോസ്, ലെപ്റ്റോൺ ആൻഡ് ബാരിയോൺ നമ്പർ, കൺസർവേഷന്റെ കാര്യങ്ങൾ ഓർക്കുക, കോ കളേഴ്സ്, RGB ആൻഡ് ബാരിയോൺ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ടൈം ഏകദേശം കുറച്ച് സമയമുള്ളൂ അല്ലേ. യെസ്, സോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 54 എന്ന് പറഞ്ഞ ഇതിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. 54th ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ന്യൂക്ലിയർ ഫോഴ്സസ് ആർ. എന്താണ് ന്യൂക്ലിയർ ഫോഴ്സ് ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ന്യൂക്ലിയർ ഫോഴ്സ് ഏതായിരുന്നു, ഷോർട്ട് റേഞ്ച് അല്ലേ, ഷോർട്ട് റേഞ്ച് ആൻഡ് സ്പിൻ ഡിപ്പെൻഡന്റ് ആണ്, സോറി, ഷോർട്ട് റേഞ്ച് ആൻഡ് സ്പിൻ ഡിപ്പെൻഡന്റ് ആണ്. സോ സി ആയിരിക്കും ആൻസർ വരിക. ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് എന്ത് ചെയ്യുന്നു അല്ലെ, വലിയ റേഞ്ചിലോട്ടൊന്നും ആക്ട് ഇല്ല, ചെറിയ ഏരിയയിലേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിനെന്താണ് ഹൈ ഇത് ഉണ്ടാവും, ഇമ്പാക്ട് കൂടുതൽ, സ്ട്രെങ്ത് കൂടുതലാണ്. ഫെംറ്റോമീറ്റേഴ്സ് ഒക്കെ വരെയാണ് വരിക, 10⁻⁻15 റേഞ്ചിലേ ഉണ്ടാവുള്ളൂ. സ്പിന്നും ഐസോസ്പിന്നിനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഐസോസ്പിന്നസ് കോൺഫിഗറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ
നമുക്ക് എന്താണ് 54th ക്വസ്റ്റ്യൻ വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്ററി പാർട്ടിക്കിൾ റിയാക്ഷൻ ഇസ് നോട്ട് പോസിബിൾ ബിക്കോസ് ഓഫ് ദ കൺസർവേഷൻ ലോ. ഇതിൽ ഏതാണ് കൺസർവേഷൻ ലോ വെച്ചിട്ട് നമുക്ക് പോസിബിൾ അല്ലാത്തതെന്നാ ചോദിച്ചിട്ടുള്ളത്. ലാംഡ നോട്ട് എന്ന് പറയുന്നത് ബാരിയോൺ ആണ്. ബാരിയോൺ ആണോ? ഡി കെ പ്രൊഡക്റ്റ് ബാരിയോൺസ് അല്ല. സോ ഇത് പറ്റില്ല. സെക്കൻഡ്ലി നമുക്ക് ഏത് പറയാൻ പറ്റും? അതേപോലെ പറ്റാത്തത് നല്ലേ. സോ ബി തന്നെ ആയിരിക്കും ആൻസർ വരാം. അതായത് നമുക്ക് നോൺ ലെപ്റ്റോൺ LHSഉം കൺസേർവ്ഡും അല്ല അല്ലെ. സോ അത് ഒന്ന് നോക്കാം. ആ ഒരു കാര്യം കോൺസെപ്റ്റ് പഠിച്ചിരിക്കണം. എങ്ങനെയാണ് കൺസർവേഷൻ ലോ വെച്ചിട്ട് റിയാക്ഷൻ ഫീസിബിൾ ആണോ അല്ലേന്ന് നോക്കുക. അതൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബാരിയോൺ നമ്പർ, ലെപ്റ്റോണും കാര്യമൊക്കെ കൺസേർവേഡ് ആണോ നോക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഇസ് a cork can appear in. കോക്കിന് അപ്പിയർ ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെ കളേഴ്സിലായിരിക്കും എന്നുള്ളതാണ്. A cork can appear in 3 കളേഴ്സ് ആണ് പറ്റുന്നത്. RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നുള്ള കളേഴ്സിലാണ് വരിക. Then proton and neutron are fermions and also baryons. Which of the following describes proton and neutron എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, options are they are composed of 3 quarks and have a half integer spin. They are composed of a quark and an anti-quark and have a half integer spin. They are composed of 3 quarks and have 0 or integer spin. They are composed of a quark and an anti-quark and have 0 or integer spins ആണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിന് ആൻസർ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ആർ ബാരിയോൺസ് ആണ്. പ്രോട്ടോണും ന്യൂട്രോൺ എന്താണ്? ബാരിയോൺസ് ആണ്, നമുക്കറിയാലോ. അപ്പൊ ഈ ബാരിയോൺസിന് എന്താണുള്ളത്? 3 കോക്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, സോ ദേ ആർ ഫെർമിയോൺസ് മീൻ ദേ ഹാവ് ഹാഫ് ഇന്റീജേഴ്സ്. ഫെർമിയോൺസിന് എന്താണ്? ഹാഫ് ഇന്റീജേഴ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ആർ ഫെർമിയോൺസ് ആൻഡ് ഓൾസോ ബാരിയോൺസ്. യെസ്, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫെർമിയോൺസിന് എപ്പോഴും ഹാഫ് സ്പിൻസ് ആണ് ഉണ്ടാവുക. സോ മീസോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? മീസോൺ എന്ന് പറഞ്ഞാൽ ബാരിയോൺസ് അല്ലാത്ത എല്ലാത്തിനെയും നമ്മൾ എന്താ പറയാ? മീസോൺസ് ആണ് പറയാം. കമ്പോസ്ഡ് ഓഫ് കോക്ക് ആൻഡ് ആന്റികോക്ക്. ഇവര് കോക്കും ആന്റികോക്കും കമ്പോസ്ഡ് ആയിരിക്കും. ആൻഡ് ആർ ബോസോൺസ്. ബോസോൺസ് പറഞ്ഞാൽ എന്താ? ഇന്റീജർ സ്പിൻ ആയിരിക്കും. ബോസോൺസും ഫെർമിയോൺസും ബാരിയോൺസും മീസോൺസും ആണുള്ളത്. ബാരിയോൺസ് എന്ന് പറഞ്ഞാൽ 3 ഇതായിരിക്കും ഉണ്ടാവുക, 3 കോക്സ് ആയിരിക്കും. ബാരിയോൺസ് മീസോൺസ് എന്ന് പറഞ്ഞാൽ കോർക്ക് ആൻഡ് ആന്റികോക്കും ഉണ്ടാവും, ആൻഡ് ബോസോൺസും ആയിരിക്കും. So the description, they are composed of 3 quarks and half integer spin ആണ് കറക്റ്റ് ആൻസർ വരിക. എ ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരിക. നെക്സ്റ്റ് വരുന്നത് ഒപ്റ്റിക്സ് ആൻഡ് ലേസേഴ്സ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഒപ്റ്റിക്സ് എന്ന ലേസേഴ്സ് എന്നും ക്വസ്റ്റ്യൻസ് വരുന്നത് ഓടിക്കാം. സ്പീഡും ലാംഡയും തമ്മിലുള്ള റിലേഷൻ, അതായത് വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ 31st ക്വസ്റ്റ്യൻ അതായിരുന്നു. 31st ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഏതായിരിക്കും? ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഇത്രയാണ്. ദെൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ സ്പീഡും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. +1 + 2 നമുക്ക് അറിയാവുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. എന്തായിരുന്നു എക്സ്പ്രഷൻ വന്നിട്ടുണ്ടായിരുന്നത്? എക്സ്പ്രഷൻ ഇസ് ഈക്വൽ ടു n, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു c/μ അല്ലെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു c/v ആയിരിക്കും. സോ ഇവിടെ തന്നിട്ടുള്ളത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. സോ c/3 × 10⁻3 ഡിവൈഡ് ബൈ 2.25 × 10⁸ 10⁻10⁸ ക്യാൻസൽ ആവും. 3/2 എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്തായിരിക്കും? ഡിനോമിനേറ്റർ ചെറുതാണ് അല്ലെ ന്യൂമറേറ്ററിനെക്കാളും. അപ്പൊ എന്തായാലും വലുതാവും. 1നേക്കാളും വലുതായിരിക്കും വാല്യൂ വരും. സോ ഏതായിരിക്കും ആൻസറിലോട്ട് വരുന്നത്? ഓപ്ഷൻ സി ആയിരിക്കും. 1.33 ആയിരിക്കും. കാരണം 2.25 ഉണ്ടല്ലോ അല്ലെ. സോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓൾസോ യെസ്, നെക്സ്റ്റ് പറയാനുള്ളത് നമുക്ക് ലൈറ്റ് ട്രാവൽസ് ഫ്രം എ റെയർ ടു എ ഡെൻസർ മീഡിയം അല്ലെ. റെയറിൽ നിന്നും ഡെൻസറിലോട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ഹാവ്, അതിനെന്താ സംഭവിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എന്തായിരിക്കും സംഭവിക്കുക? ഡെൻസറിൽ നിന്നും റെയറിലോട്ട് പോകുന്ന സമയത്ത്
ഏതാണ് ഇൻക്രീസ് വെലോസിറ്റി, ഡിക്രീസ്ഡ് വേവ് ലെങ്ത്. ഇതില് ബി ആൻഡ് സി ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. അതായത് ഡിക്രീസ് വെലോസിറ്റി കുറയും, പക്ഷെ ഡിക്രീസ് ഇൻ വേവ് ലെങ്ത് എന്ത് ചെയ്യും, വേവ് ലെങ്ത്തും കുറയും. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഡി, ബോത്ത് ബി ആൻഡ് സി ആയിരിക്കും. കാരണം ഇതിൽ പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് തിയറിറ്റിക്കൽ ആക്കി. 36, what happens when white light goes through an achromatic prism combination? Achromatic prism combination എന്ന് പറയുമ്പോൾ എന്താണ്, achromatic prismത്തിന് എന്താണ് ഡിസ്പേർഷൻ ഡീവിയേഷൻ കാണിക്കില്ല. ഓക്കെ, ഡീവിയേഷൻ ഓക്കെ, കോമ്പിനേഷൻ ഡീവിയേഷന് ഡിസ്പേർഷൻ കുറക്കും. ഓക്കെ, അക്രോമാറ്റിക് പ്രിസം കോമ്പിനേഷൻ വരുന്ന സമയത്ത് ഡിസ്പേർഷൻ എന്തായിരിക്കും, കുറക്കും. അതായത് പ്രിസം എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഡിസ്പേർഷൻ കുറക്കാനാണ്. ഓക്കെ, സോ ഓൺലി ഡീവിയേഷൻ ഒക്കേഴ്സ് ആൻഡ് നോട്ട് ഡിസ്പേർഷൻ. സോ ഡീവിയേഷൻ മാത്രമേ നടക്കുള്ളൂ. അപ്പൊ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, സോ ഇതൊന്ന് ഓർത്ത് വെക്കുക. സോ യെസ്, നെക്സ്റ്റ് വരുന്നത് 64th ക്വസ്റ്റ്യൻ ആണ്. 64th, which of the following statement is not correct എന്നാണ് ചോദിച്ചത്. നോട്ട് കറക്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ലേസേഴ്സിലാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. The emitted radiation do not have precisely defined frequency, and the emitted radiation is highly coherent and intense. Lasing action requires population inversion. More photons come out of compared to the incident photon. ഇതാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നത്. സോ എന്തായിരിക്കും വരാം, ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇൻകറക്റ്റ് ആണ് അല്ലെ? എന്തുകൊണ്ടാണ് ഇൻകറക്റ്റ് ആവുന്നത്? ലേസർ ഡസ് നോട്ട് ഹാവ് എ പ്രിസൈസ്ലി ഡിഫൈൻഡ് ഫ്രീക്വൻസി. സോറി, ഈ സ്റ്റേറ്റ്മെന്റ് അല്ല, എ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ, ദ എമിറ്റഡ് റേഡിയേഷൻ ഡു നോട്ട് ഹാവ് എ പ്രിസൈസ്ലി ഡിഫൈൻഡ് ഫ്രീക്വൻസി. ഇത് തെറ്റായിരിക്കും. ഇറ്റ്സ് ബിക്കോസ് എന്താണ്, ലേസറിന് ഒരു പ്രിസൈസ് ഫ്രീക്വൻസി ഇല്ല. ഡു നോട്ട് ഹാവ് എ ഓക്കെ ഫ്രീക്വൻസി. ഓക്കെ, ആക്ച്വലി ചെറിയൊരു കൺഫ്യൂഷൻ ആയി. ഓക്കെ, അതായത് എമിറ്റഡ് റേഡിയേഷൻ ഡു നോട്ട് ഹാവ് പ്രിസൈസ്ലി ഡിഫൈൻഡ് ഫ്രീക്വൻസി എന്നാണ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം ലേസർ എന്തുണ്ട്, ഒരു ഹൈ ഫ്രീക്വൻസി അല്ലെ, ലേസർ ഹൈ ഫ്രീക്വൻസി ഉണ്ട്. സോ ഡെഫിനറ്റ് ഡിഫൈൻഡ് ഫ്രീക്വൻസി ഉണ്ട്. സോ ഇവിടെ ഡു നോട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ഡസ് ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എ തന്നെയായിരിക്കും നോട്ട് കറക്റ്റ് വരിക. എമിറ്റഡ് റേഡിയേഷൻ ഇസ് ഹൈലി കൊഹറന്റ് ആൻഡ് ഇന്റൻസ്. നമുക്ക് അറിയാം കൊഹറന്റ് ആയിരിക്കും, ഇന്റൻസും ആണ്. ലേസിംഗ് ആക്ഷൻ റിക്വയർ പോപ്പുലേഷൻ ഇൻവേർഷൻ റിക്വയർഡ് ആണ്. More photons come out compared to the incident photon. അല്ലെ, more photons വരാറുണ്ട്. Which of the following is unique property of laser? യുണീക് പ്രോപ്പർട്ടി ഓഫ് ലേസറിന്റെ യുണീക് പ്രോപ്പർട്ടി ഏതാണ്? കൊഹറന്റ് ആണ്, വേവ് ലെങ്ത്, സ്പീഡ്, ഡയറക്ഷണൽ. കൊഹറൻസ് അല്ലേ, കൊഹറൻസ് ആണ് എന്ത് വരിക, ലേസറിന്റെ യുണീക് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ സാധാരണ രീതിക്ക് ബാക്കി സോഴ്സസ് കൊഹറൻസ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ കാര്യങ്ങളാണ്. സോളിഡ് സ്പേസിൽ എപ്പോഴും നമുക്ക് പറയാനുള്ളത് എന്താണ്, ഷോർട്ട് കീ എഫക്റ്റും അങ്ങനത്തെ കുറച്ച് XRD, അതായത് എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ്സും അതുപോലെ FCC പാക്കിംഗ് ഫ്രാക്ഷൻസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുണ്ടാവുക. സോ ദ ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് എ പെർസെന്റേജ് ഓഫ് ഫ്രീ സ്പേസ് ഇൻ BCC, അതായത് ബോഡി സെന്റർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ബോഡി സെന്റർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ ഇതെന്താന്ന് വരുന്നതെന്നാണ്. പെർസെന്റേജ് ഓഫ് ഫ്രീ സ്പേസ് ആ ചോദിച്ചിട്ടുള്ളത്. സോ 1 - പാക്കിംഗ് ഫ്രാക്ഷൻ ചെയ്താൽ മതി ആണല്ലോ. സോ 95 ആൻസർ വരാം. പാക്കിംഗ് ഫ്രാക്ഷൻ ഓഫ് BCC വരുന്നത്, BCCന്റെ പാക്കിംഗ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും, 68% ആണ് ആണല്ലോ. സോ ദ ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ഏതർ 100 - 68 ചെയ്യാം, അല്ലെങ്കിൽ 1 - 68/100 ചെയ്യാം. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 32/100 എന്ന് വരും പെർസെൻറ്റേജ്, വിച്ച് മീൻസ് 32% ആയിരിക്കും ആണല്ലോ. ക്ലിയർ. നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, how many atoms are present in each unit cell of an FCC crystal? Each FCC crystal എത്ര യൂണിറ്റ് സെൽസ് പ്രസന്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ FCC എന്ന് പറഞ്ഞാൽ എന്താണ്, ഫേസ് സെന്റേർഡ് ആണ്. 8 കോർണേഴ്സിൽ എത്ര ഉണ്ടാവും, 1/8 ഉണ്ടാവും അല്ലെ. 8 കോർണേഴ്സ് 1/8 കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, സോറി ഓക്കെ വെയിറ്റ് ഓക്കെ ഓക്കെ ഇവിടെ എന്താ പറയാ, 8 കോർണേഴ്സ്
I'm sorry. Yep. Yes. 8 corners നമുക്ക് എന്തുണ്ടാവും 1/8 കോൺട്രിബ്യൂഷൻ, അതായത് 8 into 1/8 is equal to 1 ആറ്റം കിട്ടും FCC-യിൽ. ദെൻ നമുക്ക് എന്താണ് 6 ഫേസസ് ഫേസ് സെന്റേഡ് ആണല്ലോ. സോ 6 ഫേസിലും ഓരോന്ന് ഹാഫ് കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, വിച്ച് ഇസ് ഇക്വൽ ടു എന്ത് വരും 6 into ഹാഫ് 3 വരും. 3 + 1 എന്ത് വരും 4 വരും. 4 ആയിരിക്കും ആൻസർ വരും. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്തായിരുന്നു? ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് വാട്ട് ആർ ദ വാക്കൻസീസ് ക്രിയേറ്റഡ് ബൈ ദ ആബ്സെൻസ് ഓഫ് സർട്ടൻ ആറ്റം നോൺ ആസ്? എന്തായിരിക്കും? ഷോർട്ട്കി എഫക്ട് വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ അത്. ഈ പറഞ്ഞപ്പോൾ ഇതിൽ ഓപ്ഷൻസ് വന്നിട്ടുള്ള ഹെർട്സ് ഡിഫക്ട്സ് എന്താണെന്നും സ്കോട്ടി ഡിഫക്ട്, പോളിസ് ഡിഫക്റ്റും ക്രിസ്റ്റൽ ഡിഫക്റ്റും, ഈ എല്ലാ ഡിഫക്ട്സിനെ പറ്റിയിട്ടും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇതിനൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ കിട്ടി അത് കാണാണ്ട് പഠിക്കാതെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ടോപ്പിക്കിൽ റിവൈസ് ചെയ്ത് വെക്കാം. സോ 98-ന് ആൻസർ വരുന്നത് ബി ഷോർട്ട്കി എഫക്റ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് 99 ആറ്റോമിക് പാക്കിംഗ് ഫ്രാക്ഷൻ ഫോർ FCC ക്രിസ്റ്റൽ is. FCC ക്രിസ്റ്റലിന്റെ അറ്റോമിക് പാക്കിംഗ് ഫ്രാക്ഷൻ എന്താ വരുന്നതാണ്? നമ്മൾ FCCക്ക് പാക്കിംഗ് ഫ്രാക്ഷൻ എന്താ വരുന്നുണ്ടായിരുന്നു? 0.74 ആണ് അല്ലെ. 63 വരുന്നത് BCCയുടെ ആണ്. 63 ഫോർ BCC ആണ്. 74 ആണ് എന്ത് വരിക FCC. ഇത് രണ്ടും പിന്നെ പാക്കിംഗ് ഫ്രാക്ഷൻ ഇങ്ങനെയല്ലല്ലോ വരിക, പെർസെൻറ്റേജ് രീതിക്കല്ലേ വരിക. പാക്കിംഗ് ഫാക്ടർ വരുന്നത് ഇങ്ങനെയും പാക്കിംഗ് ഫ്രാക്ഷൻ വരിക ഏതായിരിക്കും? പെർസെൻറ്റേജിലും ആയിരിക്കും. ഓക്കെ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ യെസ്, ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെഷൻ. ഓക്കെ യെസ്, ഇതൊന്ന് ഓക്കെ. ഓൾസോ വൺ മോർ തിങ് നമുക്ക് പറയാനുള്ളത്, നമ്മളൊന്ന് റിവൈസ് ചെയ്യണം. നമുക്ക് എപ്പോഴും ലാസ്റ്റ് മൊമെന്റ്സിലെ എക്സാംസ് എടുത്തിട്ടുണ്ട് അറിയാം. സോ സോറി, ഈ ഇങ്ങനെ എക്സാം എടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് റിവിഷൻ എന്ത് ചെയ്യണം, ഭയങ്കര ഫാസ്റ്റ് ആക്കണം. റിവിഷൻ കുറച്ചുകൂടി റിവൈസിങ് ആയിട്ട് അല്ലെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അല്ലാണ്ട് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഫോക്കസ് ഓൺ PYQസിലും സോൾവ്ഡ് എക്സാമ്പിൾസും. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി സ്ട്രോങ് ആക്കുക. അറിയുന്ന കാര്യങ്ങളിൽ നമുക്ക് അറിയാത്ത എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ അറിയാൻ, ലൈക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന അറിയാൻ വേണ്ടി PYQs സോൾവ് ചെയ്യുക. അതുപോലെ വിഷ്വലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതായത് ഇമേജുകൾ, ഗ്രാഫുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ഒരു ക്വസ്റ്റ്യന് 2-3 മിനിറ്റ്സിനെക്കാളും സ്പെയർ ചെയ്യരുത്. ഇപ്പൊ ന്യൂമറിക്കൽസ് ആണെങ്കിൽ 2-3 മിനിറ്റിനെക്കാളും കൂടുതൽ എന്ത് ചെയ്യരുത്, സ്പെയർ ചെയ്യരുത്. ബാക്കി അല്ലെ, ബാക്കി നമ്മൾ കോൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സെക്കൻഡ്സ് കൊണ്ട് തീർക്കുക. ബാക്കി 2-3 മിനിറ്റ്സ് സേവ് ചെയ്ത് ഇതിലോട്ട് വെക്കുക, ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാൻ വെക്കുക. അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഒന്ന് വാമപ്പ് ചെയ്യാം. ബുദ്ധിമുട്ടായില്ല, എല്ലാവർക്കും എന്ത് ചെയ്യും, പെട്ടെന്ന് അല്ലെ, ഈസിയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, CUT ഒക്കെ കഴിഞ്ഞതാണ്. സോ ഒന്ന് റിവൈസ് ചെയ്ത് ബ്രഷപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് എക്സാംസ് ഒക്കെ എഴുതി വരാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. താങ്ക് യു.